ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പല പ്രതിസന്ധികളും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. സംഘർഷം വലിയൊരു യുദ്ധത്തിലേക്ക് എത്തിച്ചാൽ രാജ്യങ്ങൾ വിജയം നേടുന്നതിനായി ലോകത്തെ നടുക്കുന്ന തരത്തിൽ വൻ പ്രഹരങ്ങളായിരിക്കും പരസ്പരം വാരി വിതറുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിക്കുന്നതു മുതൽ പല രാജ്യങ്ങളും പേടിച്ച ഒന്നാണ് കടലിനടിയിലൂടെ കടന്നുപോകുന്ന ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ. ഇവയിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അത് ലോകക്രമത്തെ തന്നെ താളം തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. ഇപ്പോൾ ഇതാ ഇറാൻ വീണ്ടും ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. കടലിനടിയിലൂടെ കടന്നുപോകുന്ന ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ ആക്രമിക്കുമെന്ന്. ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ ഇത് ലോകക്രമത്തെ എങ്ങനെ ബാധിക്കും? ഇന്ത്യക്കുണ്ടാകുന്ന പ്രതിസന്ധി എന്താണ്? ഇനിയൊരു പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും? പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധി ഡിജിറ്റൽ ലോകത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ഭൗതികമായ എണ്ണക്കപ്പൽ ഗതാഗതത്തെ മാത്രമല്ല, ആഗോള ഡിജിറ്റൽ ലോകത്തെ വലിയ ഭീഷണിയിലാക്കുന്നുണ്ട്. 2026 ഏപ്രിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇത് ഡേറ്റ യുദ്ധത്തിന് വഴി തുറന്നേക്കും എന്ന ആശങ്കയും ശക്തമാണ്. പ്രതിദിനം എണ്ണയും പ്രകൃതിവാതകവും അടക്കം 100-ലേറെ കപ്പലുകൾ കടന്നുപോയിരുന്ന ഹോർമൂസിനടിയിലൂടെ നിരവധി സമുദ്രാന്തര കേബിളുകളും കടന്നുപോകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ വഴി ഇന്ത്യക്കും ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങൾക്കും അതിപ്രധാനമായ കേബിളുകളാണ് ഇവ ആക്രമിച്ചാൽ വാണിജ്യം തടസ്സപ്പെടുമെന്ന് മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകൾ മന്ദഗതിയിലാകാനും അതുവഴി സാമ്പത്തിക പ്രതിസന്ധി വരുത്താനുമാകും. സൗദി അറേബ്യ അടക്കം GCC രാജ്യങ്ങൾ എണ്ണയ്ക്കുമേൽ ആശ്രയം കുറയ്ക്കാൻ ശതകോടികളാണ് രംഗത്തും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി നിക്ഷേപം ഇറക്കിയിരിക്കുന്നത്. ഡേറ്റ അതിവേഗം സഞ്ചരിക്കാൻ സമുദ്രാന്തര കേബിളുകളാണ് ഇവയെ സഹായിക്കുന്നത്. ദക്ഷിണ പൂർവേഷ്യയെ ഈജിപ്റ്റ് വഴി യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് ഒന്നാണ് അതിലൊന്ന്. ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ എന്നിവയുമായി എല്ലാം ഈ കേബിൾ ശൃംഖല ബന്ധിച്ചു കിടക്കുന്നു. ഇന്ത്യ, ശ്രീലങ്ക എന്നിവയെ ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഫാൽക്കൺ ശൃംഖല, ഇറാനുമായി ഗൾഫ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഗൾഫ് ബ്രിഡ്ജ് ഇന്റർനാഷണൽ കേബിൾ സിസ്റ്റം തുടങ്ങി പുതുതായി ഒരുങ്ങുന്നവയടക്കം പലതുണ്ട്. പേർഷ്യൻ ഗൾഫിലെയും ഹോർമൂസ് കടലിടുക്കിലൂടെയും കടലിലൂടെ കടന്നു പോകുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴി ലോകത്തെ 95% ഇന്റർനെറ്റ് ഡേറ്റയും സഞ്ചരിക്കുന്നുണ്ട്. ഈ മേഖലയിലെ സൈനിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ അട്ടിമറികൾ ഈ കേബിളുകളെ ബാധിച്ചാൽ ആഗോള ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ തന്നെ അത് ബാധിക്കും. ആഗോള ഇന്റർനെറ്റ് തടസ്സം. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഈ മേഖലയിലെ കേബിൾ നെറ്റ്വർക്കുകളെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളായി ഉയർത്തിക്കാട്ടിയിരുന്നു. ഇത് വലിയൊരു ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ടിന് സാധ്യത ഉണ്ടെന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിലെ ആഘാതം. കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ കൊമേഴ്സ്, സാമ്പത്തിക ഇടപാടുകൾ, ക്ലൗഡ് സേവനങ്ങൾ എന്നിവ തടസ്സപ്പെടും. ഇന്റർനെറ്റ് കേബിളുകൾ തകർക്കുന്നത് പോലുള്ള ഒരു കടുത്ത നീക്കത്തിന് ഏതെങ്കിലും രാജ്യം മുതിരാൻ സാധ്യത വളരെ കുറവാണെന്ന് ഭൂരിഭാഗം രാജ്യാന്തര നിരീക്ഷകരും വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം അത്തരമൊരു നീക്കം ആഗോളതലത്തിൽ വലിയ തിരിച്ചടികൾ ക്ഷണിച്ചു വരുത്തുമെന്ന് മാത്രമല്ല, സ്വന്തം രാജ്യത്തിന്റെ തന്നെ ഇന്റർനെറ്റ് ബന്ധം താറുമാറാകാനും അത് കാരണമാകും. ഒരു അടിയന്തര സാഹചര്യത്തിൽ ഹോർമൂസിലെ കേബിളുകൾക്ക് തകരാർ സംഭവിച്ചാൽ തന്നെ ഗൾഫ് മേഖലയോ പശ്ചിമേഷ്യയോ പൂർണ്ണമായി ഇരുട്ടിലാകുമോ? ഇന്റർനെറ്റ് ലോകത്തെ ബാധിച്ചേക്കാം. പക്ഷേ പൂർണ്ണമായും ഇരുട്ടിലാകാതെ ബദൽ പാതകളും റീറൂട്ടിങ്ങും ലോകത്തെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഒട്ടനവധി സമുദ്ര കേബിളുകളും കരയിലൂടെയുള്ള ഫൈബർ പാതകളും ഇന്നുണ്ട്. ചെങ്കടൽ വഴിയും സൗദി അറേബ്യയിലൂടെയുമുള്ള മറ്റ് പാതകൾ സജീവമാണ്. ഹോർമൂസിൽ ഒരു തടസ്സമുണ്ടായാൽ ഇന്റർനെറ്റ് ട്രാഫിക് താനെ ഈ ബദൽ പാതകളിലേക്ക് വഴിതിരിച്ചു വിടപ്പെടും. വേഗത കുറവല്ലാതെ വലിയ തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷ വയ്ക്കുന്നതാണ് വിദഗ്ധർ ചെയ്യുന്നത്. സാറ്റലൈറ്റ് ഇന്റർനെറ്റിന്റെ വരവ്. കേബിളുകളെ മാത്രം ആശ്രയിച്ചിരുന്ന കാലം മാറുകയാണ്. ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റുകൾ വഴിയുള്ള ഇന്റർനെറ്റ് സേവനങ്ങൾ ഇത്തരം പ്രതിസന്ധികളിൽ മികച്ച ബദലാണ്. കേബിളുകൾ തകർന്നാലും സർക്കാരുകൾക്കും പ്രധാന സ്ഥാപനങ്ങൾക്കും സാറ്റലൈറ്റ് വഴി ആശയവിനിമയം തുടരാൻ സാധിക്കും. പ്രാദേശിക ഡേറ്റാ സെന്ററുകൾ. ഇന്ന് മിക്കവാറും രാജ്യങ്ങളിൽ ഗൂഗിൾ, ഫേസ്ബുക്ക് തുടങ്ങിയവയുടെ ഡേറ്റാ സെന്ററുകളുണ്ട്. അതിനാൽ ദൈനംദിന ഇന്റർനെറ്റ് ഉപയോഗത്തിന് എപ്പോഴും ഈ സമുദ്ര കേബിളുകളെ ആശ്രയിക്കേണ്ടതുമില്ല. യുദ്ധ സാഹചര്യങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചാൽ പ്രത്യേക കപ്പലുകൾ ഉപയോഗിച്ചുള്ള കേബിളുകളുടെ അറ്റകുറ്റപ്പണി ദുഷ്കരവും സമയമെടുക്കുന്നതുമാണെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് ഉയർന്ന അപകട സാധ്യതയുള്ള ഒരു കേന്ദ്രമായി തുടരുമ്പോഴും നമ്മുടെ ഡിജിറ്റൽ ലോകം ഒറ്റയടിക്ക് തകർന്നു വീഴുന്ന ഒന്നല്ല. ഒന്നിലധികം ബദൽ മാർഗങ്ങളും കരുത്തുറ്റ സാങ്കേതിക വിദ്യയും ഉള്ളതിനാൽ ഒരു വലിയ ഡിജിറ്റൽ സ്തംഭനത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് അല്പം കുറവ് വന്നിരിക്കുന്നു.
ലോകത്തെ ഇന്റർനെറ്റ് ഡാറ്റയുടെ 90% കൈമാറുന്നത് ഹോർമൂസിലൂടെയും ചെങ്കടലിലൂടെയും കടന്നുപോകുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിലൂടെയാണ്. ചെങ്കടലിൽ മാത്രം 17ഓളം പ്രധാന കേബിളുകളുണ്ട്. യൂറോപ്പിനെയും ഏഷ്യയും ആഫ്രിക്കയും ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണിത്. ഹോർമൂസ് കടലിടുക്കിൽ ഗൾഫ് മേഖലയിലെ വൻകിട ഡേറ്റാ സെന്ററുകളെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന AA1, ഫാൽക്കൺ തുടങ്ങിയ കേബിളുകൾ ഇതിലൂടെയാണ് കടന്നുപോകുന്നത്. ഡേറ്റ TGN ഗൾഫ് പോലുള്ള കേബിളുകൾ ഇന്ത്യയുടെ വിദേശ ഡേറ്റ വിനിമയത്തിൽ നിർണായകമാണ്. ഇറാൻ ഈ മേഖലയിൽ മൈനുകൾ വിതറിയിരിക്കുന്നതിനാൽ കേബിളുകൾക്ക് തകരാർ സംഭവിച്ചാൽ അവ അറ്റകുറ്റപ്പണി നടത്താൻ കപ്പലുകൾക്ക് എത്താനാവില്ല. കേബിൾ മുറിക്കപ്പെടുകയോ മൈൻ സ്ഫോടനത്തിൽ തകരുകയോ ചെയ്താൽ ഇന്ത്യയിലെ ബാങ്കിംഗ്, IT മേഖലകൾ നിശ്ചലമാകും. UAEയിലും സൗദി അറേബ്യയിലും ഗൂഗിളും മൈക്രോസോഫ്റ്റും ആമസോണും കോടിക്കണക്കിന് ഡോളർ മുടക്കി ഡാറ്റാ സെന്ററുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ മേഖലയെ ആഗോള AI ഹബ്ബാക്കി മാറ്റാനായിരുന്നു ലക്ഷ്യം. എന്നാൽ യുദ്ധം മൂർച്ഛിക്കുകയും ഇന്റർനെറ്റ് കേബിളുകൾ ലക്ഷ്യം വയ്ക്കപ്പെടുകയും ചെയ്താൽ ഈ നിക്ഷേപങ്ങളെല്ലാം ജലരേഖയായി മാറും.